മഹാകവി കാളിദാസൻ രചിച്ച ഈ മഹാനാടകം രാജാവ് ദുഷ്യന്തനും ആശ്രമവാസിയായ ശകുന്തളയും തമ്മിലുള്ള അതുല്യമായ പ്രണയകഥയാണ് പറയുന്നത്. പ്രകൃതിയുടെ സൗന്ദര്യവും മനുഷ്യൻ്റെ വികാരങ്ങളും ഒരുപോലെ ആവിഷ്കരിക്കുന്ന ഈ നാടകം പ്രണയം, മറവി, ക്ഷമ, ധൈര്യം, ഒടുവിൽ വിജയം എന്നിവയുടെ മനോഹരമായ അവതരണമാണ്. കാലങ്ങളെ മറികടന്ന് ഇന്നും ഹൃദയങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്ന ഈ ക്ലാസിക് കൃതിയെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അഭിനയത്തിലൂടെ നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. നാരായണ നാരായണ. അല്ല, ഇതാരാണ്? ദേവർഷിയോ? അല്പം മുമ്പ് എന്റെ ചിന്തയിൽ അവിടുന്ന് തെളിഞ്ഞിരുന്നു. അപ്പോഴേക്കും ഈ ഉള്ളവൻ സന്നിഹിതനായി. നാരായണ നാരായണ. പ്രഭോ, നമുക്ക് ഈ രംഗം മനോഹരമാക്കുന്ന ഒരു നൃത്തമായാലോ? അതിനെന്താ ദേവർഷി? ആരെവിടെ? ദേവസുന്ദരികളെ വിളിക്കൂ. പ്രഭോ, നാം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, അങ്ങേക്ക് അനിഷ്ടമുണ്ടാകരുത്. ഹൃദയം കവരുന്ന നൃത്തം കാണണമെങ്കിൽ കണ്വാശ്രമത്തിലേക്ക് പോയാലോ? അല്പനേരം അവിടുത്തെ കാഴ്ചകൾ കണ്ട് നമുക്ക് ആസ്വദിക്കാം. അങ്ങനെ ആവട്ടെ ദേവർഷി. ദിന തകിണതാം ദിൻ തരനതാം ദിന തകിണതാം ദിൻ തരനതാം ദിന തകിണതാം ദിൻ തരനതാം ദിന തകിണതാം ദിൻ തരനതാം ദിന തകിണതാം ദിൻ തരനതാം. ശകുന്തളെ, കർമ്മപിതാവിന് നിന്നേക്കാൾ അധികം സ്നേഹം ആ വൃക്ഷങ്ങളോടാണെന്ന് തോന്നുന്നു. മുല്ലപ്പൂവ് പോലെ കോമളാംഗയായ നിന്നെ ചെടികൾ നനയ്ക്കാൻ നിയോഗിക്കുന്നുവല്ലോ. അച്ഛന്റെ കൽപ്പന മാത്രമല്ല, എനിക്കും ഇവയോട് സഹോദര സ്നേഹമുണ്ട്. ശകുന്തളെ, നീ ക്ഷണം നേരം അവിടെ തന്നെ നിൽക്കണേ. നിന്നെ കൊണ്ട് ആ വൃക്ഷങ്ങൾക്ക് വള്ളി ചുറ്റിയ ശോഭയുണ്ടാവുന്നു. ഇതുപോലുള്ള പ്രിയഭാഷണം കൊണ്ടാണ് നീ പ്രിയമതയായത്. ദേ, തേജസ്വിയായ ഒരു യുവാവ് നമ്മുടെ ശകുന്തളയെ തന്നെ ശ്രദ്ധിക്കുന്നു. ഇത് നമ്മുടെ ദുഷ്യർദ്ധ മഹാരാജാവല്ലേ? ഹോ, ഈ മുല്ലവള്ളിയിൽ നിന്ന് മിളകി പുറപ്പെട്ട വണ്ട് എന്റെ നേർക്ക് പായുന്നല്ലോ. തേന്മാവിൽ ചുറ്റിയ മുല്ലവള്ളിയിൽ നിന്നാണ് ഈ വണ്ടുകൾ പറന്നെത്തുന്നത്. അല്ലെങ്കിലും മുല്ലവള്ളി തേന്മാവിലല്ലേ ചേരേണ്ടത്? ഇതാരാണ്? ദേവകന്യകയോ? കണ്ണമർഷിയുടെ മകളെ കാണാൻ നാം ഏറെ ആഗ്രഹിച്ചിരുന്നു. നാരായണ നാരായണ. അല്ലയോ ശകുന്തളെ, നമുക്ക് മാലിന്യ നദിയുടെ തീരങ്ങളിൽ പോയാലോ? മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളിമാനേ. മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളിമാനേ. ആരോടും പോയി പറയരുതീ കഥ മാനേ പുള്ളിമാനേ. ആരോടും പോയി പറയരുതീ കഥ മാനേ പുള്ളിമാനേ. മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളിമാനേ.
നിത്യശകുന്തളയാ നിൻമലർമിഴികളിൽ അഞ്ജനമെഴുതിയ നിത്യശകുന്തളയാ പ്രിയ സഖിയുടെ ചഞ്ചലമിഴിയുടെ നിത്യകാന്തനല്ലോ നിത്യ ഗാന്ധർവ വിധി പ്രകാരമുള്ള വിവാഹത്തിന് ശേഷം കൊട്ടാരത്തിലേക്ക് മടങ്ങിയ ദുഷ്യന്തനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ശകുന്തള. ശകുന്തളയെ ഭർതൃഗൃഹത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ നടത്താൻ കണ്വപിതാവ് അറിയിച്ചു. ഗാന്ധർവ വിധി പ്രകാരം വേലി കഴിഞ്ഞ് ഗുണവാനായ വരന് ലഭിച്ചതിനാൽ കണ്ണമഹർഷിക്ക് ആശ്വസിക്കാം. എത്രയും വേഗം ശകുന്തളയെ ദുഷ്യന്തന്റെ അടുത്ത് എത്തിക്കാം. ആര്യശ്രേഷ്ഠ, കണ്ണമഹർഷി, നാം ഇതാ വന്നിരിക്കുന്നു. ഇത് കണ്ണപിതാവിന്റെ മകളല്ലേ? നാം വന്നത് അറിഞ്ഞില്ലെന്നുണ്ടോ? ഹോ, ഇത്രയ്ക്ക് ധിക്കാരമോ? അതിഥികളെ നീ അപമാനിച്ചു തുടങ്ങിയോ? എന്നെ മാനിക്കാതെ നീ ആരെ ധ്യാനിക്കുന്നു? അവിടെ നീ ചെന്നാലും നിന്നെയും സർവവും വിസ്മരിക്കുമാറാകട്ടെ. മഹാമുനി, പരമാർത്ഥം അറിയാത്ത പുത്രിയുടെ അപരാധം ഭക്തി ഓർത്ത് ക്ഷമിക്കണേ. അങ്ങയുടെ പുത്രിമാരെ പോലെ കണ്ട് അങ്ങ് ഞങ്ങളോട് ക്ഷമിച്ചാലും. എന്റെ വാക്ക് മാറ്റാനാവില്ല. എന്നാൽ അഭിജ്ഞാനമായി എന്തെങ്കിലും വസ്തുക്കൾ കാണിച്ചാൽ ശാപം നിവർത്തിക്കും. നന്ദി മഹാമുനി. കണ്വാശ്രമത്തിൽ നിന്ന് ശകുന്തളയെ ദുഷ്യന്തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നു. പ്രണാമം മഹാരാജൻ. നീ ഭദ്രേ താപസകന്യേ ആശ്രമമേതെന്ന് ചൊല്ലു, നീ ആശിപ്പതെന്തെന്ന് ചൊല്ലു. കളങ്കം ചുമത്തുകയും രാജസന്നിധിയിൽ വന്നു ധിക്കാരപൂർവകം കടന്ന് ധർമ്മിഷ്ഠരാമെന്റെ നാവു വിധിക്കുന്ന ശിക്ഷയേൽക്കാതെ നീ ആശ്രമപ്പെണ്ണിവൾക്ക് ഇത്ര ധിക്കാരമോ? അരജനോടോ നിന്റെ കപടമാം നാടകം? ദുഷ്യന്തൻ ശകുന്തളയെ മറന്നതോടെ അത്യന്തം ദുഃഖിതയായ ശകുന്തള ദേവന്മാരുടെ ഇടപെടലിലൂടെ മുനി മാരീചന്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഒടുവിലൊരു നാൾ മഹാരാജാവിന് തന്റെ മോതിരം തിരികെ കിട്ടി. സത്യം തിരിച്ചറിയാത്തൊരു നെഞ്ചിലെ ദുഃഖം ഇതാരറിയുന്നു? കണ്വാശ്രമത്തിന്റെ പുണ്യമേ, കണ്വാശ്രമത്തിന്റെ പുണ്യമേ, നീ തൂകും കണ്ണീരിൽ ഞാൻ അലിയുന്നു, കണ്ണീരിൽ ഞാൻ അലിയുന്നു.
വർഷങ്ങൾക്ക് ശേഷം ഇന്ദ്രന്റെ ക്ഷണപ്രകാരം ദുഷ്യന്തൻ ദേവാസുര സമരം ജയിക്കാൻ ഇന്ദ്രലോകത്തേക്ക് പോകുന്നു. അവിടെ നിന്നും ദൗത്യം പൂർത്തിയാക്കി തിരികെ വരുമ്പോൾ മാരീചന്റെ ആശ്രമത്തിലെത്തുന്നു. അവിടെ ഒരു സിംഹക്കുട്ടിയുമായി കളിക്കുന്ന സർവ്വദമനനെ കാണുന്നു. വായി തുറക്കൂ, നിന്റെ വായിൽ എത്ര പല്ലുണ്ട്? ഇത്രയും സാഹസം കാട്ടുന്ന രാജലക്ഷണമുള്ള ഈ ഉണ്ണി ആരാണ്? ഉണ്ണി, നീ ആരാണ്? എന്റെ പേര് സർവദമൻ. എന്റെ അച്ഛൻ ദുഷ്യന്ത മഹാരാജാവ്. അപ്പോൾ ആരാണ് ഉണ്ണിയുടെ അമ്മ? ഞാൻ ശകുന്തളയുടെ പുത്രനാണ്. പ്രിയേ, എന്നോട് ക്ഷമിച്ചാലും. ആര്യപുത്രന് വന്ദനം. പൊറുക്കണം മഹാത്മാവേ, അറിവില്ലായ്മ കൊണ്ട് ഞാൻ വലിയ തെറ്റു ചെയ്തു. ഗാന്ധർവ വിധി പ്രകാരം വിവാഹം കഴിച്ച ശകുന്തളയെ ഞാൻ ഉപേക്ഷിച്ചു. ക്ഷമിക്കണം മഹർഷി. മകനെ ഭരതനായി ഈ നാടു വാഴുക, ഭാരതമെന്നിതിൻ പേരുയർന്നീടുക, മഹിതമാം സംസ്കാരമാർന്നൊരി ഭാരത പെരുമയും നിൻ പേരും ഒരുമിച്ചു വാഴുക, ഭാരത പെരുമയും നിൻ പേരും ഒരുമിച്ചു വാഴുക. I hope you all traveled back to our ancient times. For the introduction of the characters, Ms. Roshni. ശാകുന്തളം യുദ്ധകഥയല്ലെങ്കിലും യുദ്ധവുമായി ബന്ധപ്പെട്ട മൂല്യങ്ങൾ അതിൽ ആഴത്തിൽ പ്രതിഫലിക്കുന്നു. സംഘർഷങ്ങളുടെയും ധർമ്മ അധർമ്മ പോരാട്ടങ്ങളുടെയും യുദ്ധമാണ് ശാകുന്തളം. സത്യം, ധർമ്മം എന്നിവ വിജയം കൈവരിക്കുന്നതിലൂടെ യഥാർത്ഥ യുദ്ധവിജയം ആയുധബലത്തിലല്ല ധാർമ്മികതയിലാണെന്ന് കാളിദാസൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇത്രയും മനോഹരമായി നാടകത്തെ അവതരിപ്പിച്ച ഓരോ കുട്ടിയെയും പരിചയപ്പെടുത്തുന്നു. ദുഷ്യന്തനായി എത്തിയത് രുദ്രാക്ഷ്, ശകുന്തള വൈഗ, അനസൂയ അഷ്ന, പ്രിയംവദ മീനാക്ഷി, നാരദൻ അദ്വൈത്, ദുർവാസാവും കണ്ണമഹർഷിയുമായി എത്തിയത് ആരോൺ, ദിയ സർവദമനൻ, ഭടന്മാരായി എത്തിയത് ആദി കൈലാസ് ആൻഡ് അഭിജിത്ത്, മുക്കുവനായി എത്തിയത് ശ്രീഹരി, സിംഹമായി എത്തിയത് നിരഞ്ജൻ ഉണ്ണിത്താൻ, മാനായി എത്തിയത് ഭൂമിക, സർവദമനന്റെ തോഴനായി എത്തിയത് ആദിനാഥ്.